ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമുക്ക് ഇൻട്രോ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ തുടങ്ങാം കേട്ടോ. ഇതിപ്പം ക്രിസ്മസിൻ്റെ ടൈമിൽ നമ്മൾ ബുർജ്മൻ മാളിൽ പോയപ്പം അവിടെ കണ്ട ഒരു ക്രിസ്മസ് സെറ്റപ്പിൻ്റെ വീഡിയോ. ഇത് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്കും സിയയ്ക്ക് അതിൻ്റെ അകത്ത് കയറണമെന്നും പറഞ്ഞുകൊണ്ട് വഴക്കിട്ടപ്പോൾ പിന്നെ ഞാൻ കൊണ്ടുപോയി. അവിടെ പക്ഷേ 3 years+ ആയിട്ടുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമായിരുന്നു. പിന്നെ ഇവക്ക് 2 വയസ്സിലായിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാനും കൂടെ ചേർന്ന് ഉള്ളിൽ കയറി. കാരണം അതിൻ്റെ ഉള്ളിൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ കളറിങ്ങൊക്കെയാണ്, കളറിങ്ങും ക്രാഫ്റ്റിങ്ങും ഒക്കെ. അതൊക്കെ ഇവക്ക് ചെയ്യാനാവില്ല. പിന്നെ ഒരു പേപ്പർ പിടിച്ച് കുറേ കുത്തി വരച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ഇതിപ്പോൾ സാന്റാക്ലോസിന് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് അവരാക്കി വെച്ചു. ഞങ്ങൾ പോയ സമയത്ത് സാന്റാക്ലോസ് ഇല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഈ ഗിഫ്റ്റിൻ്റെ രീതിയിലായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ എന്തൊക്കെയോ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പോയി. പിന്നെ ഉള്ള വീഡിയോ എന്ന് പറയുന്നത് ന്യൂ ഇയറിനുള്ള ഫയർ വർക്ക്സ് ആയിരുന്നു. ഇതിപ്പം നമ്മൾ ഇച്ചാൻ്റെ ഓഫീസിന് മേലെ നിന്നിട്ട് കണ്ടതാണ്. ഇതിപ്പം അൽസീഫിലെ ഫയർ വർക്ക്സാണ് കാണുന്നത്. ഇവിടെ നിൽക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് അത്യാവശ്യം കുറേ സ്ഥലങ്ങളിൽ കാണാം. ഇതിപ്പോൾ ഫെസ്റ്റിവൽ സിറ്റിൻ്റെ നമുക്ക് കാണാം. ഇപ്പുറത്തെ സൈഡിലേക്കൊക്കെ നോക്കുവാണെങ്കിലും കുറേ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റൂഫ് ടോപ്പിൽ കയറിയിട്ട് കണ്ടു. അതുമല്ല അൽസീഫിൻ്റെ സൈഡിലേക്ക് പോകുവാണെങ്കിൽ അവിടെ ഫുൾ ആൾക്കാരായിരുന്നു. അതുമല്ല സിയ ഇതെല്ലാം കൂടെ കേട്ടപ്പോഴത്തേക്കും കരയാനും തുടങ്ങി. അടുത്ത ദിവസത്തെ വിശേഷങ്ങളാണ്. ഇതിപ്പം ബ്രേക്ക്ഫാസ്റ്റായിട്ട് അപ്പവും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. ഇത് ഒന്ന് ചൂടാക്കി ബ്രേക്ക്ഫാസ്റ്റായിട്ട് അതാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കി. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് കടുകിട്ട്, കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് ഇതിപ്പം ഞാൻ രാജ്മ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ഇഞ്ചിയും ജീരകവും കൂടെ ചതച്ചും കൂടെ ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി അത് നമ്മൾ ഈ കടുക് പൊട്ടിച്ച് വെച്ചിട്ടില്ലേ അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് സാധാരണ നമ്മൾ വൻപയർ വെച്ചിട്ട് തോരൻ വെക്കൂലേ ആ രീതിയിലേക്ക് ഞാൻ രാജ്മ തോരൻ വെച്ച് നോക്കിയതാണ്. പക്ഷേ സംഭവം നല്ലതായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഇത് വേവിച്ചപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണല്ലോ നമ്മൾ വേവിക്കുന്നത്. പയറുവർഗ്ഗം ആയതുകൊണ്ട് ഇത് തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച രാജ്മയായിരുന്നേ. എന്നിട്ട് ആ വെള്ളം ഇനി ഒന്ന് വറ്റിച്ചെടുക്കുന്നത് വരെ ഞാനിതൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. വെള്ളമൊക്കെ വറ്റി എല്ലാം ഒന്ന് നല്ല തോരൻ്റെ പരുവത്തിലേക്കായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തോട്ട് ഞാൻ ഒരു പിടി തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കുക. ആ തേങ്ങയൊന്ന് ആ ചൂട് കൊണ്ടൊന്ന് വാടി വന്നാൽ മതി. അത്രേ വേകേണ്ട ആവശ്യമുള്ളൂ. അതോടുകൂടി നമ്മുടെ രാജ്മയും കൊണ്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ട്രൈ ആക്കിയിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്ക് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആക്കിയതൊരു സ്പെഷ്യൽ ഐറ്റമാണ്, പോർക്കും കൊണ്ടുള്ളൊരു ഫ്രൈ ആക്കിയത്. ഇതിന് ഞാനിവിടെ 1/2 കിലോ പോർക്ക് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് പിന്നീട് നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട്, അതുപോലെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് മുളക് പൊടി ഇവിടെ ആദ്യം കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാനൊരു 1-1.5 സ്പൂണോളം ഇടുന്നുണ്ട്. മുളക് പൊടിയൊക്കെ ഞാനൊരു 1/4 സ്പൂണേ ഇട്ടിട്ടുള്ളൂ. അതുപോലെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂണേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഗരം മസാല ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കുക. അതായത് നമ്മളിട്ട പൊടി എല്ലാ സൈഡും ഒരുപോലെ കോട്ടാവുന്ന പോലെ ഇത് മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുത്തിട്ട് ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വരെ ഇതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കുക. കാരണം പുറത്ത് വെച്ചിട്ടുണ്ടെന്നാണെങ്കിൽ നമുക്ക് ആ സമയത്തിനുള്ളിൽ അത്ര പെട്ടെന്ന് മീറ്റിലേക്ക് ആ മസാലയൊന്നും പിടിക്കില്ല. അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. ഇനിയിപ്പം ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഏതാണ്ട് 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ 1/2 കിലോ ഇറച്ചിക്ക് വേണ്ടി തന്നെ ഞാനൊരു 3 മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ നല്ല ട്രാൻസ്പാരൻ്റായി
ഓൾമോസ്റ്റ് ലൈക്ക് ബ്രൗൺ ആവുന്നതിന് തൊട്ട് മുമ്പ് ആ ഒരു സ്റ്റേജ് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെയും നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റി ഏതാണ്ട് അതിൻ്റെ ഒരു ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള കളർ ആകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഏതാണ്ട് 1-1.5 തുടം വെളുത്തുള്ളി എടുത്തു. ഒരു 1.5-2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടെ ചതച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പിടി വന്നിട്ടുണ്ട്. ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് അരച്ച് ചേർക്കണേ അങ്ങനെ ചേർക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ചതച്ചേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ടിനി ഇതും കൂടെ ചേർന്ന് ഇത് നന്നായിട്ട് കളറ് മാറി വരണം. അതൊരു കളറ് മാറാൻ തുടങ്ങുന്നതിൻ്റെ ഒരു ഹാഫ് സ്റ്റേജിൽ ഇതിൻ്റെ അകത്ത് 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പച്ചമുളക് ആഡ് ചെയ്യുന്നത്. അത് ശരിക്കും വിക്ടറിൻ്റെ ഒരു റെസിപ്പിയിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് ഒരു റെസിപ്പി ആട്ടോ. വിക്ടർ എന്ന് പറയുന്നത് എൻ്റെ ബ്രദർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റി. ഇതിപ്പം ഇരുമ്പിൻ്റെ ചീൻചട്ടി ആയതുകൊണ്ട് അടിയിൽ പിടിക്കാനുണ്ട്. അപ്പം അത് പിടിക്കാത്ത രീതിയിൽ ശരിക്കും അടിയിൽ നിന്ന് സ്ക്രേപ്പ് ചെയ്തെടുത്ത് ഞാൻ ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മീറ്റ് മസാലയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മെയിനായിട്ടും ഇതിനകത്ത് ടേസ്റ്റിന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ്. ഗരം മസാല ഓൾറെഡി നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇപ്പം നോക്കിയാൽ അതിൻ്റെ പരുവം നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് പോർക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി ഇളക്കി വേവിച്ചെടുക്കണം. ഇപ്പം ഇതേ പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ ചെയ്യുന്ന സെയിം പ്രോസസ്സ് നമുക്ക് ബീഫിലോ അല്ലെങ്കിൽ ചിക്കനിലോ ഒക്കെ ചെയ്തെടുക്കാം. അതിൻ്റെ വേവിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് നമുക്കതിൻ്റെ അകത്ത് ചെറിയ മാറ്റങ്ങൾ വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പം ആ മീറ്റ് ആ മസാലയിൽ നന്നായിട്ട് കോട്ടായ ശേഷം ഇതിലേക്ക് വേവിക്കാൻ വേവുന്നതിന് ആവശ്യത്തിനുള്ള ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതായത് ശരിക്കും ഇത് ഓപ്പണാക്കി വെച്ച് ഈ പാനിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഇല്ലെന്നാണ് നമുക്ക് കുക്കറിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ വേവിച്ചെടുക്കാം. പക്ഷേ ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കുമ്പോൾ അതിന് വേറെ തന്നെ ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് അത് വേവിക്കുക. അപ്പം ഇത് ഓപ്പണായിട്ട് തന്നെ വേവിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിതെടുത്ത് ഇളക്കിയിട്ട് കൊടുക്കണം. പിന്നെ ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 1/4 വേവായി എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഞാനൊരു 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അത് ഇളക്കി വീണ്ടും നന്നായിട്ട് ഫ്രൈ ആയിട്ടെടുക്കുക. അങ്ങനെ ആക്കുമ്പോഴത്തേക്കുമാണ് നമുക്കതിൽ പ്രോപ്പറായിട്ട് ആ പച്ചമുളകിൻ്റെ ടേസ്റ്റും വരും, ആ കറിവേപ്പിൻ്റെ ടേസ്റ്റും വരും. അങ്ങനെ ഒരു നല്ലൊരു നാടൻ ഫ്ലേവറിലേക്ക് അത് വരും. അപ്പോൾ ഇതാണ് നമ്മളുടെ പോർക്കിൻ്റെ റെസിപ്പി. പിന്നെ ഇത്രയും ഫ്രൈ ആക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പേ നമ്മളുടെ ഒരു പാകം നോക്കി നമുക്കത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇത്രയും ഫ്രൈ ആക്കണം എന്ന് നിർബന്ധമില്ല. ഇതിപ്പോൾ എനിക്ക് അങ്ങനെ ആക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഫ്രൈ ആക്കിയത്. ഇതേപോലെ നമുക്ക് ബീഫ് ചെയ്യുവാണേലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ബീഫ് ഫ്രൈ ആണ് ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പോർക്കിനെക്കാട്ടിലും. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് രാത്രി ഏതാണ്ടായപ്പോഴത്തേക്ക് ഓഫീസ് കഴിഞ്ഞ് വന്നപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. നേരം നല്ല തണുപ്പായിപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ. തണുപ്പെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാറ്റും കൂടി ഉണ്ട്. അപ്പം ഭയങ്കര തണുപ്പാണ്. എന്നിട്ട് ഇന്നത്തെ നമ്മളുടെ പോക്കിൻ്റെ ഉദ്ദേശം ശരിക്കും പറഞ്ഞാൽ ഇച്ചായൻ്റെ മുടി മുറിക്കാൻ പോകണം. അപ്പോൾ പിന്നെ അങ്ങനെ നമുക്ക് നടന്ന് ഓഫീസിൽ ചെന്ന് അവിടെ സിജോയുടെ ഫാമിലി വന്നിട്ടുണ്ട്. അപ്പം ഇത് സിജോയുടെ കൊച്ചാണ്. അപ്പോൾ ഓഫീസിലെത്തിയതും സിയും കൊച്ചും കൂടെ അവിടെ നിന്ന് കുറേ നേരം കളിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നേരെ മുടി മുറിക്കാനായിട്ട് പോകാം എന്നുള്ളതായിരുന്നു നമ്മളുടെ പ്ലാന്. മുടി മുറിക്കാനായിട്ട് കുറച്ച് ദൂരെ പോകണം. അത് നടന്ന് തന്നെ നമ്മൾ അങ്ങനെ പോയി അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മളോർത്തു സിയയുടെ മുടി അത്യാവശ്യം നീണ്ടു. അപ്പോൾ പിന്നെ എന്നാൽ അവളുടെ മുടി മുറിച്ചേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം കസേരയിലൊരു ചെറിയ ചെയർ ഇട്ടിട്ട് അവളെ അവിടെ ഇരുത്തിയപ്പോഴത്തേക്കും കരയാൻ തുടങ്ങി. ഇരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ അപ്പൻ ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും മകൾക്കും ഒരാഗ്രഹം മുടി മുറിക്കണം. എന്നിട്ട് സിയ ഇരുന്നോളാമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അവളെ കൊണ്ട് അപ്പൻ്റെ മടിയിലിരുത്തി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബഹളം വയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കയ്യിൽ മൊബൈൽ കൊടുത്ത് പിന്നെ അവിടെ ഇരുന്നു. എന്ന് വെച്ചാൽ മുടി മുറിച്ചു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലെങ്ത്ത് മാത്രം കുറച്ച് ഷോർട്ടൻ ചെയ്തു.
അല്ലാണ്ട് ഇപ്പം വലിയ സ്റ്റൈല് പോലെ അങ്ങനെ മുടി മുറിക്കാനുള്ളൊരു രീതിയിലേക്കില്ലായിരുന്നു. അങ്ങനെ ആ പോയ വഴിക്ക് അതങ്ങ് നടന്നു, അത്ര തന്നെ. അത് കഴിഞ്ഞ് പിന്നെ അന്നത്തെ ഡിന്നർ പുറത്തുനിന്നാക്കി, പിന്നെ പുറത്തുനിന്ന് ഫുഡും കഴിച്ച് അങ്ങനെ വന്നു. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. താങ്ക്